ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജോയൽ. ടേബിൾ ഓഫ് കണ്ടന്റ്. ഈ വീഡിയോയിൽ തന്നെ ടോപ്പിക്കിനെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോണത്. കാൻഡിൽ സ്റ്റിക്സിൻ്റെ അനാട്ടമിനെ പറ്റി പറയേണ്ടത് കാൻഡിൽ സ്റ്റിക്സിനെ പറ്റി പറയാനുണ്ട്. ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെ മനസ്സിലാക്കാം കാൻഡിൽ സ്റ്റിക്സിലൂടെ, പിന്നെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എങ്ങനെ മനസ്സിലാക്കാം, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് എങ്ങനെ മനസ്സിലാക്കാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോണത്. ഡിസ്ക്ലൈമറോടുകൂടി നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ്. ടെക്നിക്കൽ അനലൈസിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു കാൻഡിൽ സ്റ്റിക്കാണ് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്സ്. ടെക്നിക്കൽ അനലൈസ് ചെയ്യാനായിട്ട് ക്യാൻഡിൽസിൻ്റെ സ്റ്റോറി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി കാൻഡിൽ സ്റ്റിക്ക് ആണ് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്സ്. ഈ കാണുന്നത് കാൻഡിൽ സ്റ്റിക്കിൻ്റെ അനാട്ടമിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിൽ സ്റ്റിക്സിൻ്റെ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിലിനൊരു ബോഡി ഉണ്ടാവും. ക്യാൻഡിലിൻ്റെ ബോഡിയാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്, ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ബോഡി. ഇത് ബെയറിഷ് ക്യാൻഡിലിൻ്റെ ബോഡി. സാധാരണ ട്രേഡിംഗ് വ്യൂവിലൊക്കെ ആണെങ്കിൽ ക്യാൻഡിൽസ് ബുള്ളിഷ് ക്യാൻഡിൽ ഗ്രീനും ബെയറിഷ് ക്യാൻഡിൽ റെഡും. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കളറ് സ്പെസിഫൈ ചെയ്യാനുള്ള. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആവുന്നത് ഇവിടെയും ക്ലോസ് ആവുന്നത് മുകളിലും ആയിരിക്കും. ബെയറിഷ് ക്യാൻഡിലിൻ്റെ സെനാരിയിലോട്ട് വരുമ്പോൾ അത് നേരെ തിരിച്ചാണ്. ഓപ്പൺ ആവുന്നത് മേളിലും ക്ലോസ് ആകുന്നത് താഴെയുമാണ് ഒരു വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. ബുള്ളിഷ് ക്യാൻഡലിന് അപ്പർ വിക്ക് ഉണ്ടാവും, ലോവർ വിക്കും ഉണ്ടാവും. ബെയറിഷ് ക്യാൻഡലിനും അപ്പർ വിക്കും ലോവർ വിക്കും ഉണ്ടാവും. ഇത് ബെയറിഷ് ക്യാൻഡിൽ. ഇത് ഓപ്പൺ ആകുന്നത് ഇവിടെയും ക്ലോസ് ആവുന്നത് ഇവിടെയും. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓപ്പൺ ആവുന്നത് താഴെയും ക്ലോസ് ആവുന്നത് മുകളിലുമാണ് ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക്. ഇവിടെ ബെയറിഷിലാവുമ്പോൾ ഓപ്പൺ ആവുന്നത് മുകളിലും ക്ലോസ് ആവുന്നത് താഴെ. ഇതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ സ്ട്രെങ്ത്ത് നല്ല സ്ട്രെങ്ത്തുള്ള ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. അതിന് വിക്സ് ഉണ്ടാവില്ല. വിക്സ് വളരെയധികം കുറവായിരിക്കും. അതിനകത്ത് മൊത്തം ബുൾസ് തന്നെയാണ് കൺട്രോളിലുണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ബെയറിഷ് ക്യാൻഡിലാവുമ്പോൾ ഫുൾ ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലായിരിക്കും. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഭൂരിഭാഗം മുഴുവൻ തന്നെ ബെയേഴ്സാണ് കൺട്രോളിലുണ്ടായിരുന്നത്. അതാണ് ഈ ക്യാൻഡിലിന് പറയാനുള്ളത്. ഇവിടെ ആകുമ്പോൾ സ്ട്രെങ്ത്ത് കുറവാണ്, ഇവിടെ വീക്കാണ്. പിന്നെ ഒരു കാൻഡിൽ സ്റ്റിക്കാണ്, പാറ്റേൺ ആണ് ഡോജി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇൻഡിസിഷൻ സംഭവിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ബുൾസ് മേളിലോട്ട് കൊണ്ടുപോകാൻ നോക്കി, ബേഴ്സ് താഴത്തോട്ടും കൊണ്ടുപോകാൻ, മുകളിലേക്ക് കൊണ്ടുപോകാനും പറ്റുന്നില്ല, താഴത്തോട്ട് കൊണ്ടുവരാനും പറ്റുന്നു. അങ്ങനെ ക്ലോസ് ആകുമ്പോൾ ഈ സെൻറ്ററിൽ ഓപ്പൺ ആയ അവിടെ തന്നെ ക്ലോസ് ആവുന്നതാണ് ഡോജി. ഇതിൻ്റെ സെൻറ്ററിൽ കൂടി റെഡ് ലൈൻ പോയേക്കണുണ്ട്. അത് ആ ക്യാൻഡിലിൻ്റെ മീഡിയൻ ആണ്. മീഡിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, ക്യാൻഡിലിൻ്റെ ലോവസ്റ്റ് പ്രൈസിൽ നിന്ന് ഹയസ്റ്റ് പ്രൈസ് വരെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 50%-ാണ് അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്സിനെ പറ്റി മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ മെയിനായിട്ടുള്ള ടോപ്പിക് ഉണ്ട്, OHLC. അതിനെപ്പറ്റി നമുക്ക് ട്രേഡിംഗ് വ്യൂ ചാർട്ടിലായിട്ട് പോയിട്ട് നമുക്ക് സംസാരിക്കാം. OHLCനെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ചാർട്ടിലോട്ട് വന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. OHLC ഓരോ ക്യാൻഡിലിനും OHLC ഉണ്ട്. OHLC എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ ക്യാൻഡിൽ ഈ ബുള്ളിഷ് ക്യാൻഡിൽ, ഈ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ ഇവിടെയാണ്, ക്ലോസ് ഇവിടെയാണ്. അതിന് തൊട്ട് മുൻപായിട്ടൊരു റിജക്ഷൻ കാണണ്ട, ഈ ലോവറിൽ ഒരു ചെറിയ വിക്ക് റിജക്ഷൻ കാണണ്ട, അതാണ് ലോ. ഈ മേളിലുള്ള റിജക്ഷൻ കണ്ട, അതാണ് ഹൈ. TCയുടെ സ്പോട്ട് ചാർട്ടാണ്. നമുക്ക് ഈ ക്യാൻഡിലിൻ്റെ OHLC നോക്കാം. ഈ കാണുന്ന ബെയറിഷ് ക്യാൻഡിലിൻ്റെ നമ്മൾ ഈ ക്യാൻഡിലേക്ക് ഈ കേഴ്സർ കൊണ്ടുവരുമ്പോൾ ഈ കേഴ്സർ വന്നിരിക്കണ ക്യാൻഡിലില്ലേ, അതിൻ്റെ OHLC ആയിരിക്കും ഈ മേളിൽ കാണിച്ചുകൊണ്ടിരിക്കണം. ബെയർ സൈഡിലെ ക്യാൻഡിലായതുകൊണ്ട് ഓപ്പൺ മുകളിൽ, ക്ലോസ് താഴെ, ലോവർ വിക്ക്. ഈ കാണുന്നത് ലോവർ വിക്ക്, ഈ കാണുന്നത് അപ്പർ വിക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, ബെയറിഷ് ക്യാൻഡലിൻ്റെ ഓപ്പൺ മുകളിൽ, ക്ലോസ് താഴെ, എന്നാലേ അത് ബെയറിഷ് ക്യാൻഡലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഓപ്പൺ താഴെ, ക്ലോസ് മുകളിൽ. കാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, കാൻഡിൽ സ്റ്റിക്സ്. ഈച്ച് കാൻഡിൽ സ്റ്റിക്സ് ഓൺ ദി ചാർട്ട് റെപ്രസെന്റ് ദി പ്രൈസ് മൂവ്മെന്റ് ഓഫ് ദി അസറ്റ് ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു ക്യാൻഡിലിനും റെപ്രസെന്റ് ചെയ്യുന്നത് ആ അസറ്റിന്റെ പ്രൈസിന്റെ മൂവ്മെന്റിനെയാണ്. അത് 15 മിനിറ്റ്സിലെ കാൻഡിൽ സ്റ്റിക്സ് ഇടാം, 1 hour ഇടാം, 4 hour ഇടാം. ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും നമുക്ക് കാൻഡിൽ സ്റ്റിക്സ് ഇടാം. അതിലുള്ള ഓരോ ക്യാൻഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ആ അസറ്റിന്റെ പ്രൈസ് മൂവ്മെന്റിനെയാണ്. അതും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പീരീഡിൽ. ഇപ്പോൾ 1 hour ആണെങ്കിലും, ഡെയിലിയിലാണേലും, മിനിറ്റിലാണേലും, മന്ത്ലി ആണേലും ആ ഒരു പീരീഡിനെയാണ് ആ ക്യാൻഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ്, ബോഡി. റെക്ടാങ്കിൾ part of candlestick represent the opening and closing price of the asset for the time period. Rectangle part of the candlestick, ആ candlesticks-ന്റെ rectangle part-നെയാണ്
ബോഡി എന്ന് പറയുന്നത്. ക്യാൻഡിൽ രണ്ട് തരമുണ്ട്, ബുള്ളിഷ് ക്യാൻഡിലും ഉണ്ട്, ബെയറിഷ് ക്യാൻഡിലും ഉണ്ട്. ബുള്ളിഷ് ക്യാൻഡിലെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ വെൻ ദി ക്ലോസിംഗ് പ്രൈസ് ഈസ് ഹയർ ദാൻ ദി ഓപ്പണിംഗ് പ്രൈസ് ദി ബോഡി ഈസ് ടിപ്പിക്കലി കളേർഡ് ഗ്രീൻ ഓർ വൈറ്റ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്തതിനേലും മുകളിലായിരിക്കും ക്ലോസ് ചെയ്യണം. ഓപ്പൺ ചെയ്തതിനേലും മുകളിൽ ക്ലോസ് ചെയ്താലേ അതൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ ഓപ്പോസിറ്റ് ആണ് ബെയറിഷ് ക്യാൻഡിലിന്റെ. അത് വെൻ ദി ക്ലോസിംഗ് പ്രൈസ് ഈസ് ലോവർ ദാൻ ദി ഓപ്പണിംഗ് പ്രൈസ് ദി ബോഡി ഈസ് ടിപ്പിക്കലി കളേർഡ് റെഡ് ഓർ ബ്ലാക്ക്. അത് ഓപ്പൺ ചെയ്തതിനേലും താഴെ ആയിരിക്കണം ക്ലോസ് ചെയ്യുന്നത്. അതിനാണ് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഒരു ക്യാൻഡിലിൻ്റെ ഒരു പാർട്ടാണ് വിക്സ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബോഡിയുടെ താഴത്തോട്ടും ഒരു വിക്ക് ഉണ്ടാവും, മുകളിലോട്ടും ഒരു വിക്ക് ഉണ്ടാവും. വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽസിന്റെ മുകളിലോട്ടും താഴോട്ടുള്ള റിജക്ഷൻസിനെയാണ് വിക്സ് എന്ന് പറയുന്നത്. അപ്പർ വിക്ക് ആൻഡ് ലോവർ വിക്ക് എക്സ്റ്റൻഷൻ ഫ്രം ദി ടോപ്പ് ഓഫ് ദി ബോഡി ടു ദി ഹയസ്റ്റ് പ്രൈസ്. മുകളിലോട്ടുള്ള പ്രൈസ് മൂവ്മെന്റ്സിന് അപ്പർ വിക്കും, മുകളിലോട്ടുള്ള എക്സ്റ്റൻഷന് അപ്പർ വിക്കെന്നും താഴത്തുള്ള എക്സ്റ്റൻഷനെ ലോവർ വിക്കെന്നാണ് പറയുന്നത്. മുകളിലോട്ടുള്ള എക്സ്റ്റൻഷനെ അപ്പർ വിക്കെന്നും താഴത്തോട്ടുള്ള എക്സ്റ്റൻഷനെ ലോവർ വിക്കെന്നും. വൈ ക്യാൻഡിൽസ്റ്റിക്സ് ചാർട്ട് ആർ യൂസ്ഡ് ഫോർ ട്രേഡിംഗ്. എന്തിനാണ് ക്യാൻഡിൽസ്റ്റിക്സ് ചാർട്ട് യൂസ് ചെയ്യുന്നത് ട്രേഡിങ്ങിൽ ലൈൻ ചാർട്ട് ഉണ്ട്, ബാർ ചാർട്ട് ഉണ്ട്, അങ്ങനെ പലതരം ചാർട്ട് ഉണ്ട്. എന്നിട്ടും ക്യാൻഡിൽസ്റ്റിക്സ് ചാർട്ട് എന്തുകൊണ്ട് ഉപയോഗിക്കും അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. മെയിൻ കാര്യം എന്ന് പറയുന്നത് വിഷ്വൽ ക്ലാരിറ്റി. കാൻഡിൽസ്റ്റിക് ചാർട്ട് പ്രൊവൈഡ് എ ക്ലിയർ ആൻഡ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൈസ് മൂവ്മെൻറ്റ്സ്, മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു സീ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ് കമ്പയർഡ് ടു ലൈൻ ചാർട്ട് ഓർ ബാർ ചാർട്ട്. ചാർട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ഇപ്പോൾ ഉള്ള ചാർട്ട് പാറ്റേൺസ് ഉണ്ടെങ്കിലോ ആരാ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ പറ്റും. അത് ക്ലീൻ ആയിട്ടുള്ളൊരു വിഷ്വൽ നമുക്ക് തരും. നമ്മളിപ്പോൾ ആ ഒരു ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ ആരാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്, എന്താണ് ട്രെൻഡ്, പിന്നെ എന്തെങ്കിലും ചാർട്ട് പാറ്റേൺസ് ഉണ്ടോ, എന്തെങ്കിലും സപ്പോർട്ടോ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്ന ഒരു ചാർട്ടാണ് ക്യാൻഡിൽസ്റ്റിക്സ് ചാർട്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് ചാർട്ട് മനസ്സിലാക്കാൻ റിവേഴ്സൽ പാറ്റേൺസ് ഉണ്ടോ, കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് ഉണ്ടോ എന്നൊക്കെ ട്രേഡേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ്. അതിനകത്ത് പറയുന്നത് മെയിനായിട്ട് റിവേഴ്സൽ പാറ്റേൺസ് ആയിട്ട് പറയുന്നത് ഹാമർ, ഹാങ്ങിങ് മാൻ, ഡോജി, എൻഗൾഫിങ് പാറ്റേൺസ്, അങ്ങനത്തെ പാറ്റേൺസ് ആണ് റിവേഴ്സൽസിൽ. കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് എന്ന് പറയുമ്പോൾ മർബോസ് ആൻഡ് 3 വൈറ്റ് സോൾജേഴ്സ്, അങ്ങനെ കുറച്ച് ചാർട്ട് പാറ്റേൺസ്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ക്യാൻഡിൽസ്റ്റിക്സ് ഉപയോഗിച്ച്. ഇപ്പോൾ നമ്മൾ ഒരു ചാർട്ടിലൂടെ വേണം അത് മനസ്സിലാക്കാം. ഇത് BTCയുടെ ഒരു സ്പോട്ട് ചാർട്ടാണ്. ഡെയിലി ചാർട്ടിലായിട്ട് പോകാം നമുക്ക്. ഈ ഒരു ചാർട്ട് BTCയുടെ സ്പോട്ട് ചാർട്ടാണ്, ഡെയിലി ചാർട്ടാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇത് മുകളിലേക്കാണ് പോയേക്കണത്. ഇവിടെ ബുൾസ് കൺട്രോളിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ തവണയും ഉണ്ടാവുന്ന ക്യാൻഡിൽസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു ക്യാൻഡിൽസ് ഭയങ്കര സ്ട്രോങ് ആണ്, ഈ ഒരു ക്യാൻഡിൽസ് സ്ട്രോങ് ആണ്, ഈ കാണുന്ന ക്യാൻഡിൽസ് ഒക്കെ സ്ട്രോങ് ആണ്. അപ്പോഴും ബേഴ്സിൻ്റെ ക്യാൻഡിൽസ് ഒക്കെ ഭയങ്കര വീക്കാണ്, വിക്ക് റിജക്ഷൻസ് ഉണ്ട്, വളരെ ചെറിയ ക്യാൻഡിൽസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡയറക്ഷൻ, നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ബുൾസാണ് കൺട്രോൾ ചെയ്തേക്കണം, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ്. Support and resistance. Candlesticks help identify support and resistance levels which are critical to make trading decision. These levels are where price tends to bounce or reverse. Candlesticks നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ടിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ ഒരു ട്രേഡിംഗ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലെവൽസിൽ തന്നെ ക്യാൻഡിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണോ, റിവേഴ്സലാണോ, അത് ബൗൺസ് ചെയ്യാൻ പോണേണോ, ബ്രേക്ക് ചെയ്യാൻ പോണേണോ, നമുക്ക് ചാർട്ടിൽ പോയിട്ട് മനസ്സിലാവും. ഈ ഒരു ഏരിയയിൽ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടായി, നമുക്കിതൊരു 1 അവറിലോട്ട് മാറ്റി. ഈ ഒരു ലെവലിനെ ഒരുപാട് പ്രാവശ്യം മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിനെ. ഓക്കെ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ടോപ്പിക്ക്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് BTCയുടെ സ്പോട്ട് ചാർട്ടാണ്, 1 അവർ ചാർട്ടാണ്. അപ്പോൾ മാർക്കറ്റ് കയറി വന്ന് ബുള്ളിഷായിരുന്നു, ഇവിടെ വന്നിട്ട് ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് പിന്നെയും താഴത്തോട്ട് വന്ന് പിന്നെയും ഒരു റെസിസ്റ്റൻസ് എടുത്ത്, ഈ റെസിസ്റ്റൻസ് ഒക്കെ എടുക്കുന്നിടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്യാൻഡിൽസ്റ്റിക്സ് ഫോം ചെയ്തിട്ടുണ്ട്. അത് ആ റെസിസ്റ്റൻസ് എടുക്കുന്നിടത്തൊക്കെ വിക്സ് കൂടുതലായിരിക്കും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇൻവേർട്ടഡ് ഹാമറാണ് ഫോം ആയേക്കണത്. അതൊക്കെ ഇങ്ങനെ വന്ന് റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ റെസിസ്റ്റൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് റെസിസ്റ്റൻസ് എടുത്ത് അവസാനം ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യണം. ആ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഈ ക്യാൻഡിൽസ്റ്റിക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആ ലെവൽസിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് ഉള്ള ലെവലാണ്. പ്രീവിയസ്ലി റെസിസ്റ്റൻസ് ഉണ്ടാവും അവിടെ.
ടൈം ഫ്ലെക്സിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കാൻഡിൽ സ്റ്റിക്സ് ചാർട്ടിൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തതാണ് കാൻഡിൽ സ്റ്റിക്സ് ചാർട്ട്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വേരിയസ് ടൈം ഫ്രെയിംസ് 1 minute intervals to monthly intervals make them versatile tools for different trading strategies, short term, medium term and long term. കാൻഡിൽ സ്റ്റിക്സ് ചാർട്ടിൽ വേരിയസ് ടൈം ഫ്രെയിം ഉണ്ട്, പല ടൈം ഫ്രെയിം ഉണ്ട്. 1 minute തൊട്ട് മന്ത്ലി ചാർട്ട് വരെ ഉണ്ട്. അതും ഓരോ രീതിയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഓരോ യൂസാണ്. അതുകൊണ്ട് ഇപ്പോൾ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്നവർക്ക് ഡെയിലി 4 hour 1 hour 15 minutes മതി. എന്നാൽ ഒരു മീഡിയം ടൈമിൽ ചെയ്യുന്നവർക്ക് വീക്ക്ലി ഡെയിലി 4 hour 1 hour വേണം. അതുമല്ല ലോങ് ടേമിൽ നോക്കണവരാണെങ്കിൽ ഇയർലി, മന്ത്ലി, വീക്ക്ലി നോക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നോക്കാനായിട്ട് ടൈം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കാൻഡിൽ സ്റ്റിക്സ് ചാർട്ടിന്. നമുക്കിപ്പോൾ 1 hourൽ ഒരു ക്യാൻഡിൽ നോക്കണമെന്നുണ്ടെങ്കിൽ 1 hourൽ ചാർട്ട് നോക്കാം. അല്ല നമുക്ക് 4 hour നോക്കണമെന്നുണ്ടെങ്കിൽ 4 hour നോക്കാം. ഡെയിലിയിൽ നോക്കണമെങ്കിൽ ഡെയിലിയിൽ നോക്കാം. അത് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ട്രേഡിംഗ് വ്യൂവിൽ 1 second ചാർട്ട് തൊട്ട് മന്ത്ലി 12 month വരെയുള്ള ചാർട്ടുണ്ട്. 12 month വരെയുള്ള ചാർട്ടുണ്ട്. അതാണ് ടൈം ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ 15 minutes ചാർട്ട് വേണമെന്ന് വിചാരിച്ചാൽ 15 minutes ചാർട്ട് വരും. 1 hour വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 hour. ഞാനിപ്പോൾ സ്വിങ് ട്രേഡ് ചെയ്യണ ഒരാളാണ് എന്ന് കരുതുക. അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് വീക്ക്ലി, ഡെയിലി 4 hour. അതാണ് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് ട്രേഡിങ്ങിന്. ഞാൻ നോക്കാറ് വീക്ക്ലി, ഡെയിലി 4 hour 1 hour ഇൻട്രാഡേ ചെയ്യണവരാണെങ്കിൽ ഡെയിലി 1 hour 50 minutes എൻട്രി വരും. അതാണ് ടൈം ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഭയങ്കര യൂസ്ഫുള്ളാണത്. എക്സാമ്പിൾസ് ഓഫ് കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ. അടുത്തത് നമ്മൾ വരുന്നത് ഹാമറാണ്. എൻ്റെ ഡെഫിനിഷൻ വരുന്നത് ഫൗണ്ട് അറ്റ് ദി ബോട്ടം ഓഫ് എ ഡൗൺ ട്രെൻഡ് ഇൻഡിക്കേറ്റിംഗ് എ പൊട്ടൻഷ്യൽ റിവേഴ്സൽ ടു ദി അപ്സൈഡ്. ഹാമർ കാണാൻ സാധിക്കുന്നത് ഒരു ബോട്ടത്തിലാണ്. എന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ഇങ്ങനെ ഡൗൺ ട്രെൻഡ് വന്ന് ആ ബോട്ടത്തിൽ ഒരു സപ്പോർട്ടിലാണ് ഹാമർ കാണാൻ സാധിക്കുക. അത് പറയുന്നത് ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ പോവുക എന്നാണ്. ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഡൗൺ ട്രെൻഡ് അവസാനിക്കാറായി, ട്രെൻഡ് ഇനി അപ്പ് ട്രെൻഡിലോട്ട് പോകാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഹാമർ. ഹാങ്ങിങ് മാൻ എന്ന് പറഞ്ഞാൽ ഹാമറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇതൊരു അപ്പ് ട്രെൻഡിലാണ് കാണാൻ പറ്റുക, ഒരു റെസിസ്റ്റൻസിൽ. അത് നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് അത് റിവേഴ്സ് ചെയ്യാനായി അപ്പ് ട്രെൻഡ് അവസാനിക്കാൻ പോകുന്നു, ഡൗൺ ട്രെൻഡിലോട്ട് വരാൻ പോവുകയാണ് മാർക്കറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഡോജി എന്ന് വെച്ചാൽ ഒരു ന്യൂട്രൽ ക്യാൻഡിലാണ്. ഓപ്പൺ പ്രൈസും ക്ലോസ് പ്രൈസും ഏതാണ്ട് സെയിം ഏരിയ തന്നെ ആയിരിക്കും. അത് നമുക്ക് മാർക്കറ്റിലെ ഇൻഡിസിഷനെ മനസ്സിലാക്കി തരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബുൾസും ബേഴ്സും ഫൈറ്റ് ചെയ്തിട്ട് ആർക്കും വിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇൻഡിസിഷൻ എന്ന് പറയുന്നത്. അത് കറക്റ്റ് ഇതുപോലെ തന്നെ ഇതാണ് ഡോജി ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ബോഡി ഭയങ്കര ചെറുതായിരിക്കും, വിക്സ് ഭയങ്കര വലുതായിരിക്കും. എൻഗൾഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിലായിരിക്കും അത് കാണാൻ പറ്റുന്നത്. ഒരു റെഡ് ക്യാൻഡിലിനെ മുഴുവനുമായി വിഴുങ്ങിയ പോലത്തെ ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ റെഡ് ക്യാൻഡലിനെ ഇത് മൊത്തമായിട്ട് വിഴുങ്ങി എൻഗൾഫ് ചെയ്തു. അതുകൊണ്ടാണ് അതിനെ എൻഗൾഫിങ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ. അത് ബേഴ്സ് കൺട്രോളിലുണ്ടായിരുന്ന ആ ഡൗൺ ട്രെൻഡിനെ ബുൾസ് കൺട്രോളിലോട്ട് വന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ഇത് നേരെ ഓപ്പോസിറ്റ്, ബെയറിഷ് എൻഗൾഫിങ്. ഇതൊരു റെസിസ്റ്റൻസിലാണ് കാണാൻ പറ്റുന്നത്. മാർക്കറ്റ് നല്ലൊരു അപ്പ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റെസിസ്റ്റൻസിൽ വന്നിട്ട് ബെയറിഷ് എൻഗൾഫിങ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ്, ആ അപ്പ് ട്രെൻഡ് അവസാനിക്കാൻ പോവുകയാണ്, മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് തിരിയാൻ പോവുകയാണ്, ഡൗൺ ട്രെൻഡിലോട്ട് വരാൻ പോവുകയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കൂടുതൽ വീഡിയോസിനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ്.